2026 പിറക്കുമ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം നമ്മുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. നമ്മുടെ പണം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കാനാണ് ഈ 2026 നമ്മൾ പഠിക്കേണ്ടത്. മണി പീസ് ഈസ് ഈക്വൽ ടു മെൻ്റൽ പീസ്. നമുക്ക് എത്രമാത്രം പണം ഓരോ ദിവസം സ്പെൻഡാവുന്നു. ഇപ്പം ഇന്ന് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എനിക്ക് എത്രമാത്രം പണം സ്പെൻഡായി. ചിലപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് വെറുതെ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് ഞാനിപ്പോൾ ഈ പാർക്കിലൂടെ വന്നുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഒരു സ്ഥലത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. പിന്നെ ഇവിടെ തുറക്കാൻ കുറച്ച് സമയം വൈകിയപ്പം കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞാൻ വെറുതെ ഒരു ചായയും കടിയോടെ പിന്നെയും കഴിച്ചു. അതിൻ്റെ ഹെൽത്തിന് മാത്രമല്ല, സാമ്പത്തികമായിട്ടും അത് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണം പണം. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് ആവശ്യമുള്ള എത്ര പണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് എവിടെയാണ് കൂടുതൽ പൈസ വെറുതെ കളയുന്നത്? ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ആമസോണിനൊക്കെ ഞാൻ വെറുതെ പണം സബ്സ്ക്രിപ്ഷൻ കൊടുത്തിരുന്നു. ഇപ്രാവശ്യം ഞാനത് ഡിലീറ്റാക്കി. നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സബ്സ്ക്രിപ്ഷന്, ചില ഇമ്പൾസീവായിട്ടുള്ള ബൈങ്, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാനിപ്പം വാങ്ങിയത് കണ്ടില്ലേ, കുറച്ച് സ്നാക്സ്, ഇതൊക്കെ വെറുതെ വാങ്ങുന്നതൊക്കെ ഒഴിവാക്കുക. പണം ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. പിന്നെ നമ്മൾ എന്തെങ്കിലും പണം കിട്ടുന്നത് അത് മാക്സിമം അതിനെക്കുറിച്ച് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി നോക്കും. നമ്മളിപ്പം തന്നെ ഒരു സേവ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെ ഫൈനാൻഷ്യൽ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വർഷമായിരിക്കണം ഈ 2026 എന്ന് പറഞ്ഞാൽ. പിന്നെ എവിടെ നമ്മളെ പണം വേസ്റ്റ് ആക്കുന്നുള്ളത് നമ്മൾ പഠിക്കും. ദിസ് ഈസ് ദ ഡേ 6 ഓഫ് ഹാപ്പി ന്യൂ ഇയർ ചലഞ്ച്. ഇൻ ദിസ് 2026 you have to focus on your money piece, because money piece is equal to your mental peace. You have to track how many money you are spending each day, and also you have to identify where your money is leaking. For example, some online subscriptions are maybe it's not so useful for you. You are spending a lot of money on snacks and also some impulse buyings. You have to create some saving goals. At least for next 30 days you have to create some saving goals. We have to be grateful for our financial learning, and also we have to learn where I am wasting my money. Okay.